Once again, start, madam. Ready? Start. Start. I am Dr. Sarama Matthew, representing Karnataka State as President for Public Grievances and Redressal. I've come here because I had got a lot of petitions from the students of BSc Nursing, and one of them is from Malapad group of institutions, and the other one is from the SB College. So there are lots of things, controversies going on, and lots of things they have undergone. All the students they want to represent, so we are representing the full students of these institutions. And for this, I would love the media and the full channels to report this immediately and get the compensation for these students, because they have already lost 1 year and their career is at stake. Thank you. Hi, I'm Bima M. Wait. Yeah. Start now. I am Bima M, student of SB College of Nursing. ഞാൻ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എസ് ബി കോളേജിൽ നിന്ന് പറഞ്ഞാണ് എന്നെ കയറ്റിയിട്ടുള്ളത്. എന്നിട്ട് കോളേജ് സ്റ്റാർട്ടായ ടൈമിൽ എന്നെ കോളേജിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എസ് ബിയിലുള്ള എല്ലാ കുട്ടികളും ആ ടൈമിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കയറിയ ടൈമിൽ ഇവർ നമുക്ക് 1-2 മന്തോളം അറ്റൻഡൻസ് എടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഡിസംബറിൽ നമുക്ക് ലീവ് തന്നു. ജനുവരി 22-ന് ക്ലാസ് വീണ്ടും സ്റ്റാർട്ടായി. എന്നിട്ട് പോലും നമുക്ക് അറ്റൻഡൻസ് എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫെബ്രുവരിയിൽ നമുക്ക് അറ്റൻഡൻസ് എടുത്ത് തുടങ്ങി. അതും ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ഇത്രയും കുട്ടികളുടെ പേര് എഴുതിയിട്ട് അറ്റൻഡൻസ് എടുത്ത് തുടങ്ങി. എന്നിട്ട് പിന്നെ മാർച്ചിൽ എക്സാം ഷെഡ്യൂൾ ചെയ്തു. മെയ്യിൽ എക്സാം ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ചിത്രദുർഗയിലുള്ള NB കോളേജ് എന്ന് പറയുന്ന കോളേജിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഹാൾ ടിക്കറ്റ് ID കാർഡൊന്നും തന്നിട്ടില്ല. ബാക്കി എല്ലാ കുട്ടികൾക്കും ഹാൾ ടിക്കറ്റ് ID കാർഡെല്ലാം കൊടുത്തു. എന്നിട്ട് നമ്മൾ ചിത്രദുർഗയിൽ അന്ന് എക്സാമിൻ്റെ തലേ ദിവസം രാത്രി നമ്മളെ കൊണ്ടുപോയിട്ട് അന്ന് രാവിലെ എക്സാമിൻ്റെ രാവിലെയാണ് നമുക്ക് ID കാർഡും ഹാൾ ടിക്കറ്റും തരുന്നത്. എക്സാം എഴുതി ജൂൺ 5-ന് നമുക്ക് റിസൾട്ട് വന്നു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് എല്ലാ റിസൾട്ട് വന്നു. നമുക്ക് റിസൾട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇപ്പം എക്സാം ജൂൺ 5-ന് കഴിഞ്ഞു. ഇപ്പം സെപ്റ്റംബർ ലാസ്റ്റായി. എന്നിട്ട് പോലും നമുക്ക് റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പോഴും കോളേജിൽ നിന്നുള്ള പറയുന്നതെന്ന് വെച്ചാൽ റിസൾട്ട് വരും, വെയിറ്റ് ചെയ്യുന്നുള്ള രീതിക്കാണ് കോളേജിൽ നിന്ന് പറയുന്നത്. ഇന്ന് കുറച്ച് കുട്ടികളെ നമ്മളിവിടെ വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോളേജിൽ 36 കുട്ടികൾ എൻ്റർ ആയിട്ടുണ്ട്. ആ കുട്ടികളെ കോളേജിൽ നിന്ന് വിലക്കി. നിങ്ങൾ പോയാൽ നിങ്ങൾ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വലിയ ഇത് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കോളേജ് അവർ വിലക്കി. അങ്ങനെ അവർ വരാൻ പറ്റിയില്ല അവർക്ക്.